الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا وقائدنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه وأعوانه فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അൽ മുജീബ് ജല്ല ജലാലുഹു, അള്ളാഹുവിൻ്റെ അൽ മുജീബ് എന്ന ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അള്ളാഹു ദുആഇന് ഉത്തരം നൽകുന്നവനാണെന്നാണ്. അള്ളാഹു ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നവനാണ്. അതാണ് മുജീബിൻ്റെ അർത്ഥം. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്, ഇന്നല്ലാഹ ഹയ്യുൻ കരീമുൻ യസ്തഹയി ഇദാ റഫഅ അർ-റജുലു ഇലൈഹി യദൈഹി അൻ യറുദ്ദഹുമാ സിഫ്റൻ ഖായിബതൈൻ. അല്ലാഹു തആല ഹയ്യുൻ കരീം, അല്ലാഹു ഔദാര്യവാനാണ്, അല്ലാഹു നാണമുള്ളവനാണ്. എങ്ങനെയാണ് അല്ലാഹുവിൻ്റെ ഔദാര്യവും അല്ലാഹുവിൻ്റെ നാണവും എന്ന് പറയുന്നത്? ഇദാ റഫഅ അർ-റജുലു ഇലൈഹി യദൈഹി, ഒരാൾ അല്ലാഹുവിലേക്ക് കൈ ഉയർത്തിയാൽ അൻ യറുദ്ദഹുമാ സിഫ്റൻ ഖായിബതൈൻ, ഒന്നും കൊടുക്കാതെ ഖായിബായിട്ട് മടക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് യസ്തഹയി, അള്ളാഹുവിനത് നാണമാണ്. യസ്തഹയി ഇദാ റഫഅ അർ-റജുലു ഇലൈഹി യദൈഹി, ദുആരക്കുമ്പോൾ കൈ ഉയർത്താൻ പറ്റുമോ പറ്റൂല എന്നൊക്കെ ചിലപ്പോൾ ചിലർക്ക് ഡിബേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇത്രയും ശറഇൽ അറിയപ്പെട്ട ഒരു വിഷയമാണത്. ദുആയുടെ അദബിൽപ്പെട്ടതാണ് റഫഉൽ യദൈൻ, കൈ ഉയർത്തുക എന്ന് പറഞ്ഞത്. കൈ ഉയർത്താതെ അങ്ങനെ ചോദിക്കുക, അള്ളാഹുവിനോട് ചോദിക്കല്ലേ. പടച്ച തമ്പുരാനോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അബ്ദ് എന്ന നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വിനയവും നമ്മുടെ താഴ്മയും അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രകടിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ അദബാണ് കൈ ഉയർത്തുക. അതാണ് ഈ ഹദീസിലും പറയുന്നത്, ഒരാൾ അള്ളാഹുലേക്ക് കൈ ഉയർത്തുമ്പോൾ ആ രണ്ട് കൈകളെയും സിഫ്റൻ ഖായിബതൈൻ, വട്ടപൂജ്യമായി നിരാശയോടുകൂടെ മടക്കുന്നത് അള്ളാഹുവിന് നാണമാണ്. അതുകൊണ്ട് ചോദിച്ചതല്ലേ, എന്തെങ്കിലും അല്ല കൊടുക്കാതിരിക്കൂല, ചോദിക്കുന്നവർക്ക് അല്ല കൊടുക്കും. അതാണ് അൽ മുജീബ് എന്നതിൻ്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മളെ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ ബാധിച്ച ആളുകൾ അള്ളാഹുവർക്കൊക്കെ ശിഫ നൽകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ ആളുകൾ, അവരുടെയൊക്കെ ആണ്ടി ദിവസങ്ങളുണ്ട്, അടുത്ത സമയങ്ങളിൽ മരണപ്പെട്ടവരുണ്ട്. അള്ളാഹുവർക്കൊക്കെ മഗ്ഫിറത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു മുജീബാണ്. അള്ളാഹു മുജീബാണ്. നമുക്ക് ചോദിക്കാനുള്ളത് അള്ളാഹുവിനോടാണ്. അള്ളാഹുവിൻ്റെ ഖസാനകൾ നിറഞ്ഞു കിടക്കുകയാണ്. എങ്ങനെ ചോദിക്കണം? ദുആഇന്റെ അദബ് എന്താണ്? എപ്പോൾ ചോദിക്കണം? ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതുള്ളൂ. അള്ളാഹു തരാൻ ഒരുക്കമാണ്. അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു വയക്ഷിഫുസ് ويجعلكم خلفاء الأرض أإله مع الله قليلا ما تذكرون. أمن يجيب المضطر إذا دعاه, ഒരു മനുഷ്യൻ ഒരു പ്രയാസത്തിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഉത്തരം നൽകുന്നവനായി അള്ളാഹു അല്ലാതെ ആരുണ്ട്? വയക്ഷിഫുസ്സൂ, ഒരു പ്രയാസം നീക്കിത്തരാനും അള്ളാഹു അല്ലാതെ ആരുണ്ട്?
അത് അള്ളാഹു നീക്കിത്തരുന്നത് ഒരു ഡോക്ടറുടെ കയ്യാലായിരിക്കാം, ഒരു ആലിമിന്റെ, ഒരു സയ്യിദിന്റെ കയ്യിലായിരിക്കാം, ഒരു മനുഷ്യന്റെ, ഒരു സാധാരണക്കാരന്റെ കയ്യിലൂടെ ആയിരിക്കാം. സബബുകൾ ഉണ്ടാകും. പക്ഷെ അതിന്റെ പരമമായ സബബ് ആരാണ്? അള്ളാഹു ജല്ല ജലാലുവാണ്. ويجعلكم خلفاء الأرض أإله مع الله قليلا ما تذكرون. അള്ളാഹു ഒരുപാട് ദുആ പഠിപ്പിച്ചു. ദുആ ആകാശലോകവുമായി ഭൂമി ലോകത്തെ അള്ളാഹു ബന്ധിപ്പിക്കുന്ന റബ്ബിന്റെ രീതിയാണ്. ആകാശലോകത്തെയുമായി ഭൂമിയെ അള്ളാഹു ബന്ധിപ്പിക്കുകയാണ്, ഭൂമിയെ ആകാശലോകവുമായി ബന്ധിപ്പിക്കുകയാണ്, നമ്മുടെ ജസദിനെ റൂഹുമായി ബന്ധിപ്പിക്കുകയാണ്, നമ്മുടെ ദുന്യാവിനെ ആഖിറവുമായി ബന്ധിപ്പിക്കുകയാണ്. അങ്ങനെ അത് ബന്ധിക്കുന്ന ഒരു കയറാണ് സത്യത്തിൽ ദുആ. അത് അള്ളാഹുവിന്റെ വലിയൊരു നിഅമത്താണ്. നമുക്ക് ചൊല്ലിപ്പറയാൻ ദുആ അള്ളാഹു പഠിപ്പിച്ചെന്നത്, അല്ലെങ്കിൽ നമുക്ക് കണക്ഷൻ നഷ്ടപ്പെട്ടു പോകും. അള്ളാഹുവിനോട് ദുആ ഇറക്കാനുള്ള പ്രത്യേകമായ ദുആകൾ, നൂറുകണക്കിന് ദുആകൾ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ വലിയൊരു നിഅമത്താണ്. അമ്പിയാക്കന്മാർ ദുആ ചെയ്തു. وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين فاستجبنا له وكشفنا ما به من ضر وآتيناه أهله ومثلهم معهم رحمة من عندنا وذكرى للعابدين. അയ്യൂബ് നബിയെ കുറിച്ച് അങ്ങ് ഓർക്കുന്നുവോ നബിയെ? റബ്ബഹു, അയ്യൂബ് നബി അലൈഹിസ്സലാം അവരുടെ രക്ഷിതാവായ അള്ളാഹുവിനെ വിളിച്ച സമയം. അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ വിളിച്ചു. മഹാനവരുടെ മഖാമ് കിടക്കുന്നത് സലാലയിലാണ്. وأيوب إذ نادى ربه أني مسني الضر. അല്ലാഹുവേ, എനിക്ക് പ്രയാസം വന്നിട്ടുണ്ട് റബ്ബേ, പ്രയാസം എന്നെ തൊട്ടിരിക്കുന്നു റബ്ബേ. അന്നി മസ്സനി അൽദുർ, അതൊക്കെ ദുആഇന്റെ ഒരു അദബാണ്. അല്ലാഹുവേ, നീ എനിക്ക് പ്രയാസം തന്നു, നീ എനിക്ക് രോഗം തന്നു എന്ന് പറയാതെ മസ്സനി അൽദുർ, പ്രയാസം എന്നെ വന്ന് തൊട്ടിട്ടുണ്ട് എന്നാ വാക്കിനർത്ഥം. അന്നി മസ്സനിയ, തൊടുകയെന്ന് പറയില്ലേ, അന്നി മസ്സനിയ ദുർറു, പ്രയാസം എന്നെ വന്ന് തൊട്ടിരിക്കുകയാണ്. വഅൻത അർഹമുർ റാഹിമീൻ, നീയാണെങ്കിലോ അല്ലാഹുവേ അവിടുന്ന് എല്ലാ കരുണ ചെയ്യുന്നവരെക്കാളും വലിയ കാരുണ്യവാനല്ലയോ. ഇത്ര പറഞ്ഞിട്ടുള്ളൂ. എന്നെ പ്രയാസം തൊട്ടിരിക്കുന്നു, നീ ഏറ്റവും വലിയ കാരുണ്യവാനല്ലേ. ഫസ്തജബ്നാ ലഹു, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് നമ്മൾ ഉത്തരം കൊടുത്തു. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർ. ഇവിടെ എന്തെങ്കിലും ചോദിച്ചോ അയ്യൂബ് നബി അലൈഹിസ്സലാം? ചോദിച്ചിട്ടില്ല എന്നാ, മനസ്സുകൊണ്ട് ചോദിച്ചു, പക്ഷെ പറഞ്ഞെടുത്തത് പറഞ്ഞില്ല എന്നാ. അന്നീ മസ്സനിയൽ ദുർറു, എനിക്ക് പ്രയാസം വന്നിരിക്കുന്നു. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതൊരു ഇംപറേറ്റീവ് സെന്റൻസ് അല്ല, അതിലൊരു റിക്വസ്റ്റ് ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് പറഞ്ഞു വഅൻത അർഹമുർ റഹീമീൻ. എന്നിട്ട് വേറൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അല്ലാഹു യു ആർ ഓഫ് ദ ബെസ്റ്റ് ഓഫ് മെർസിഫുൾ, നീയാണല്ലോ ഏറ്റവും വലിയ കാരുണ്യവാൻ, നീയാണല്ലോ ഏറ്റവും വലിയ റഹ്മത്തുള്ള ആള്. മിസ്ഫോർച്യൂൺ ഹാസ് ടച്ച്ഡ് മീ, എനിക്ക് ചില പ്രയാസങ്ങൾ എന്നെ വന്ന് തൊട്ടിരിക്കുകയാണ്. ആൻഡ് യു ആർ ദ മോസ്റ്റ് മെർസിഫുൾ. ഫസ്തജബ്നാ ലഹു, അപ്പോഴേക്കും നാം ഉത്തരം കൊടുത്തു. ശരീരമാസകലം മുറിവായിരുന്നു, ശരീരമാസകലം വേദനയിലാണ്. അല്ലാഹു തആല ഒക്കെ ശിഫയാക്കി കൊടുത്തു. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ, എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി കൊടുത്തു. അല്ലാഹു പറയാൻ നാം നീക്കി കൊടുത്തു. മക്കള് നഷ്ടപ്പെട്ടിരുന്നു, കച്ചവടം നഷ്ടപ്പെട്ടു പോയിരുന്നു, ഒരു ഭാര്യയും റഹ്മത്ത് എന്ന് പറയുന്ന റഹ്മ ബീവി, അവരല്ലാതെ ആരും കൂട്ടിനില്ലായിരുന്നു. എല്ലാം അല്ലാഹു തിരിച്ചു കൊടുത്തു. വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽആബിദീൻ.
മക്കളും കുടുംബവും സമ്പത്തും അതിന്റെ ഇരട്ടിയും അല്ലാഹു കൊടുത്തു. റഹ്മതൻ മിൻ ഇൻദിനാ, നമ്മിൽ നിന്ന് റഹ്മത്തായിട്ട് കൊടുത്തു. വദിക്റാ ലിൽ ആബിദീൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവർക്ക് ഒരു സാരോപദേശമായിട്ടും അള്ളാഹ് ഇബാദത്ത് ചെയ്യുന്നവർക്ക് അള്ളാഹു ഇത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയാം, നമ്മളൊക്കെ ദ്വാരക്കുന്നുണ്ടല്ലോ, ശരിയാവണില്ലല്ലോ, ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്നല്ലേ. സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം മരുഭൂമിയിൽ ജീവിക്കുന്ന കാലം, സിനായിൽ ജീവിക്കുന്ന കാലം, അവർ ആട്ടിടയിൽ അള്ളാഹുവിനോട് ഇങ്ങനെ ദ്വാരക്കുന്നുണ്ട്. ദ്വായിൽ ഇങ്ങനെ വല്ലാണ്ട് ദ്വാരക്കാണ്. അപ്പോ മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ അല്ലാഹ്, പടച്ചവനെ, ഈ മനുഷ്യന് ഉത്തരം കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയുമെങ്കിൽ റബ്ബേ ഞാൻ ഉത്തരം കൊടുത്തേനെ, നീ എന്താ ഉത്തരം കൊടുക്കാത്തത് എന്ന് ചോദിച്ചു സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം. അടുപ്പുള്ളവരോട് അങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ. മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കലീമാണ്. അള്ളാഹു എന്നെ കൊണ്ട് കഴിയുമെങ്കിൽ ഈ ഇമ്മാരി ചോദ്യം ചോദിക്കുന്ന ദ്വാരക്കുന്ന മനുഷ്യനെ ഞാൻ കൊടുക്കുമോ, നീ എന്താ കൊടുക്കാത്തത് റബ്ബേ? അപ്പൊ അദ്ദേഹം ഉറക്ക ദ്വാരക്കുന്നുണ്ട്. പറഞ്ഞു, യാ ഖലീമി യാ മൂസ, എന്നോട് സംസാരിച്ച നബിയായ മൂസ നബിയെ, ആ മനുഷ്യന്റെ ദുആ ഒച്ച വെച്ച് ദ്വാരക്കുന്നുണ്ട് എന്നത് ശരിയാണ്. വഖൽബുഹു മഅൽ ഗനം, അയാളുടെ ഹൃദയം ആ ആട്ടിൻപറ്റത്തിന്റെ കൂടെയാണ്. ആടുകൾ ആ മനസ്സിന്റെ ഉള്ളിൽ ഓർമ്മ വരുന്നത്. ഉറക്കങ്ങനെ പറയുന്നുണ്ടെന്നേ ഉള്ളൂ മൂസ നബിയെ, അദ്ദേഹം മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ മറുപടി വന്നു സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിനോട്. അപ്പൊ പലപ്പോഴും അതുകൊണ്ടാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോ, ഇപ്പോ സ്വഹാബിമാര് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹുവിനോട് ഉറക്ക ദ്വാരക്കണോ മെല്ലെ ദ്വാരക്കണോ? അതായത് ശബ്ദമുണ്ടാക്കിയിട്ട് ദ്വാരക്കണോ അല്ലെങ്കിൽ മെല്ലെ പറഞ്ഞാൽ മതിയോ എന്നൊരു സംശയം ഉണ്ടാവും. സ്വഹാബിമാർ അങ്ങനെ തന്നെ നബി തങ്ങളോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ, അല്ലാഹു ഖരീബുൻ ഫനുനാജി അം ബഈദുൻ ഫനുനാദി, അള്ളാഹു നബിയെ അടുത്താണോ, നമ്മുടെ കൂടെ അടുത്ത് തന്നെയാണോ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ നുനാജി, നമ്മൾ അടക്കം പറയും, മെല്ലെ പറഞ്ഞാൽ മതി. മുനാജാത്ത് പറഞ്ഞാൽ അഭിമുഖ സംഭാഷണം. ഒരാളുടെ മുമ്പിൽ ഇരുന്നിട്ട് അവിടെ അർത്ഥം പറയാൻ പറ്റുമോ? മെല്ലല്ലേ പറയാൻ പറ്റുള്ളൂ. ഫനുനാജി അം ബഈദ്, അല്ല അള്ളാഹു ദൂരെയാണോ, അപ്പൊ ഞങ്ങൾ നുനാദിഹി, ഞങ്ങൾ നിദാ ചെയ്യണോ? നിദാ ആണോ വേണ്ടത്, മുനാജാത്താണോ വേണ്ടത്? അള്ളാഹുവിന്റെ ഹബീബെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നേരം പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു ഖരീബ്, അള്ളാഹു അടുത്താണുള്ളത്. മെല്ലെ പറഞ്ഞാൽ മതി, ഉറക്കൊച്ച വെക്കേണ്ട കാര്യമില്ല. അള്ളാഹുവിനോട് മെല്ലെ ചോദിച്ചാൽ തന്നെ അള്ളാഹു തആല അത് കേൾക്കുന്നവനാണ്. അപ്പൊ സ്വഹാബിമാര് പറഞ്ഞു, ഇദൻ നുക്സിറു, എന്നാ ഞങ്ങൾ ഒരുപാട് ചോദിക്കാൻ പോകട്ടോ എന്ന് പറഞ്ഞു. അല്ലാഹു അക്സറു, അള്ളാഹു ഒരുപാട് തരാനും നിൽക്കുകയാണ് എന്ന് നബി തങ്ങളും പറഞ്ഞു കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. وإذا سألك عبادي, നബിയെ, അങ്ങയോട് എന്റെ അടിമകൾ ചോദിച്ചാൽ, അന്നി, എന്നെ സംബന്ധിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ഫഇന്നി, അപ്പൊ ഞാൻ അരികത്തുണ്ട്, ഖരീബ്. ശരിക്കും വേണ്ടത് അങ്ങയോട് എന്നെ പറ്റി ചോദിച്ചാൽ അങ്ങ് പറഞ്ഞു കൊടുക്കണം, ഖുൽ ഇന്നി ഖരീബ്, ഞാനവിടെ ഉണ്ട്, അടുത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്തോളൂ നബിയെ. പക്ഷെ അവിടെ
അല്ലാഹു തആല ഖുൽ എന്ന വാക്ക് പറഞ്ഞില്ല എന്നാ. യസ്അലൂനക അനിൽ മഹീദി ഖുൽ ഹുവ അദൻ. ഒരു ചോദ്യം വരുമ്പോ ഖുൽ പറയുക എന്നൊരു മറുപടി എന്റെ ഇടക്ക് വരും, പറയുക എന്നിട്ട് ഉത്തരം വരിക. പക്ഷെ ഈ ഒരൊറ്റ ആയത്തിൽ സൂറത്തുൽ ബഖറയിലെ 186 ഖുർആനിലെ അള്ളാഹുവിന്റെ റഹ്മത്ത് ഏറ്റവും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ആയത്താണിത്. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ. എന്നെ സംബന്ധിച്ച് നബിയെ ആളുകൾ അങ്ങയോട് ചോദിക്കും അള്ളാഹു എവിടെയാണ്. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്. അള്ളാഹു ദൂരത്താണോ? അല്ലാഹു ഖരീബുൻ ഫനുനാജീഹി അം ബഈദുൻ ഫനുനാദീഹി. ഇത് ചോദിച്ചപ്പോഴാണ് ആയത്തിറങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذَا سَأَلَكَ عِبَادِي عَنِّي, എന്റെ അടിമകൾ എന്നെ കുറിച്ച് അങ്ങയോട് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കിൻ. ആ ഒരു എന്നെ പറ്റി ചോദിച്ചാൽ ഞാൻ അടുത്തുണ്ടെന്നാ പറയാ. അതായത് ചോദിച്ചാൽ പിന്നെ എന്റെ ഇടക്ക് വേറെ ഒരു തടസ്സമല്ല, ഞാൻ ഉടനെ അവിടെ ഉണ്ട്. അള്ളാഹുവിന് ചോദ്യം ഇഷ്ടമാണെന്നാണ്, ദ്വാരക്കുന്നത് ഇഷ്ടമാണ്. ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാൻ, എന്നോട് ചോദിക്കുന്നവന്റെ ദുആ ചെയ്യുന്നവന്റെ ദുആഇന് ഞാനാണ് ഉത്തരം കൊടുക്കുന്നത് നബിയേ. ഫൽയസ്തജീബൂലി, അതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ച ചില കാര്യങ്ങളുണ്ട്, അതിനവരോട് ഉത്തരം തരാൻ പറയണം. വൽയുഅ്മിനൂ ബീ, അവരോട് എന്നെ വിശ്വസിക്കാനും പറയണം. ലഅല്ലഹും യർഷുദൂൻ, അവര് നേർവഴിയിലേക്ക് വരും. രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിന് ഉത്തരം കൊടുക്കണം. അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യരുത്. അള്ളാഹു ചെയ്യണം എന്ന് പറഞ്ഞെടുത്ത്, അള്ളാഹു വരണം എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ ഉണ്ടാവണം. അള്ളാഹ് വരരുത് എന്ന് പറഞ്ഞെടുത്ത് എന്ത് ചെയ്യരുത്, നമ്മൾ ഉണ്ടാവരുത്. അതാണ് അള്ളാഹു ഉത്തരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ. ചിലത് അള്ളാഹു നോ പറയും, അപ്പൊ അവിടെ നമ്മൾ ഉണ്ടാവരുത്. ചില അള്ളാഹു വേണമെന്ന് പറയും, അവിടെ നമ്മൾ ഉണ്ടായിരിക്കണം. ഫൽയസ്തജീബൂലി വൽയുഅ്മിനൂ ബി, അവര് എന്നെ വിശ്വസിക്കുകയും ചെയ്യട്ടെ, എനിക്ക് ഉത്തരം നൽകുകയും ചെയ്യണം. ലഅല്ലഹും യർഷുദൂൻ. ദുആഇന്റെ ഒരു പ്രത്യേകത, ഭയങ്കരമായ കോൺഫിഡൻസ് കിട്ടും. നമ്മളിപ്പോ ടെൻഷൻ അടിച്ച് ജീവിക്കുക എന്ന് വിചാരിക്കുക, വലിയ ആരോടാ പറയാ, ആരോടിത് ബോധിപ്പിക്കാനാണ്. ഒരു മനുഷ്യനിപ്പോ ടെൻഷൻ പറഞ്ഞ് കേൾക്കാൻ ആരും വല്ല കേട്ട് നിന്നോളന്നില്ല. അതിന് വല്ല പണക്കാട് കുടുംബത്തിൽ തന്നെ പോണ്ടി വരും. മനുഷ്യന്മാര് മുഴുവനും അവർക്കാകെ ഒരു ദിവസമേ ഒഴിവുള്ളൂ, ഒരു ചൊവ്വാഴ്ച ദിവസം. രാവിലെ മുതൽ രാത്രി 1 മണി 2 മണി വരെ മനുഷ്യന്മാരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടി മഹാനായ മർഹൂം മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അതിന് ശേഷപ്പെടുത്ത് വഫാത്തായ മർഹൂം ഹൈദർ അലി ശിഹാബ് തങ്ങളൊക്കെ, അവരുടെ ഒരു ക്ഷമയും സ്വഭാവശുദ്ധിയും നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുകയാണ്. എത്രയായിരം ആളുകളാണ് ഓരോരോ പ്രശ്നങ്ങളല്ലേ പറയാൻ ചെല്ലുന്നത്, സൊല്യൂഷൻ അല്ലല്ലോ. തങ്ങളെ എങ്ങനെയാണ് പ്രശ്നങ്ങൾ പരിഹാരം കാണിച്ചു തരണം. അതിൽ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, മാനസിക കുടുംബ പ്രശ്നങ്ങളുണ്ടാവും, മഹലിന്റെ പ്രശ്നം ഉണ്ടാവും, മദ്രസന്റെ പ്രശ്നം ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങൾ. ഇതിങ്ങനെ കേൾക്കുകയാണ്. അത്രയും ക്ഷമ, ഒരാളോട് മുഖം കറുപ്പിക്കാതെ, ഒരാളോട് ഇറങ്ങിപ്പോയിക്കോളി എന്ന് പറയാതെ, അവര് ക്ഷീണിച്ച് തളർന്നു കിടക്കുമ്പോഴും പുഞ്ചിരിയോടുകൂടെ നാനാജാതി മനുഷ്യന്മാരുടെയും പരാതി കേൾക്കാൻ വേണ്ടി ഇരുന്നു കൊടുക്കുകയായിരുന്നു ഇത്രയും കാലം. അതുകൊണ്ടാണ് അള്ളാഹു അവർക്ക് ജനങ്ങളുടെ ഖൽബിനുള്ള ഇത്ര വലിയ സ്ഥാനം കൊടുത്തത്. അവർ ജനങ്ങൾക്ക് കൊടുക്കുക. ഒന്ന് ഒരിക്കലും പോയി നോക്കിയാൽ മനസ്സിലാവും അവിടുത്തെ അവസ്ഥ എന്താണെന്ന്. അപ്പോ ഫല്യസ്തജീബൂലി, വിഷമങ്ങൾ ഇറക്കി വെക്കാൻ ഒരിടം വേണം. അള്ളാഹുവിന്റെ ഹദറത്തിൽ ഇരുന്ന് പടച്ച തമ്പുരാനോട് ദുആ ചെയ്യുമ്പോൾ, അള്ളാഹുവെ എല്ലാറ്റിനും കഴിവുള്ള ഒരു തമ്പുരാൻ എന്റെ കൂടെയുണ്ട്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, ഇത് പറയുന്നിടത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു ഇസ്സത്തുണ്ട്, ഒരു അഭിമാനമുണ്ട്. وَمِمَّا زَادَنِي عِزًّا وَشَرَفًا وَكِدتُّ بِأَخْمُصِي أَتَأُ الثُّرَيَّا دُخُولِي تحت قولك يا عبادي وأن صيرت أحمد لي نبيا. ഒരു മനുഷ്യന് ഏറ്റവും വലിയ അഭിമാനം തോന്നുന്നത്, അള്ളാഹുവേ ഞാൻ നിന്റെ അടിമയാണ്, നീ എന്റെ മാസ്റ്ററാണ്, നീ എന്റെ ഉടമസ്ഥനാണ്. അള്ളാഹുവേ നീ എന്റെ ഉടമസ്ഥനാണ്. ചിലർ പറയില്ല, എന്റെ അർബാബ് ഇവിടുത്തെ മുദീറാണ്, ജവാസാത്തിലെ മുദീറാണ്, പോലീസിന്റെ ഹെഡാണ്. എന്തായിരിക്കും ഓലൊക്കെ ദമ്മെന്നറിയോ? കാരണം എന്റെ അർബാബ് വിചാരിച്ച എന്തു നടക്കും. അവരുടെ മനസ്സിൽ അങ്ങനെ തോന്നൽ വരും. അങ്ങനെയാണ്. ഞങ്ങളുടെ കമ്പനി ഇങ്ങനത്തെ കമ്പനിയാണ്, ഞങ്ങളുടെ സ്ഥാപനം അമേരിക്കനാണ്, ബ്രിട്ടീഷാണ്, ജർമ്മനാണ്.
എന്നൊക്കെ പറയുന്നിടത്തൊരു അഭിമാനം എന്താ കൊണ്ടെന്നറിയോ? അവർക്കൊക്കെ ഭയങ്കര സ്വാധീനമുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ അടുത്തേക്ക് എന്തായാലും ആരും എത്തൂലല്ലോ. പടച്ച തമ്പുരാനാണ് നമ്മൾ കൂടെ പിടിച്ചതെങ്കിൽ മുഅ്മിനായ മനുഷ്യന് കിട്ടുന്ന ഒരു അഭിമാനമുണ്ട്, ഒരു ഇസ്സത്തുണ്ട്. ആ ഇസ്സത്ത് ദുആ ഇറക്കുമ്പോഴേ കിട്ടുള്ളൂ. ഒന്ന് ദുആ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിന് റാഹത്ത് വരും. നമുക്കറിയുന്ന ഭാഷയിൽ ദുആയിരുന്നോളൂ, പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. അള്ളാഹുവിനോട് ദുആ ഇറക്കാൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില മര്യാദകളുണ്ട്, ഇൻഷാ അല്ലാഹ് വഴിയെ പറയാം. ആ മര്യാദ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അതിന് ഉത്തരം ഉറപ്പാണ്. അല്ലാഹു തആല നമ്മുടെ ദുആകൾക്ക് ഉത്തരം തരട്ടെ. ആമീൻ യാ റബ്ബ്. അള്ളാഹുവിനോട് ചോദിക്കല്ലേ. അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഹംബലി മദ്ഹബിന്റെ ഇമാം, اللهم كما صنت وجهي عن السجود لغيرك فصن وجهي عن مسألة غيرك. അല്ലാഹുവേ, മഹാൻ പറയും, അല്ലാഹുവേ കമാ സുൻത വജ്ഹി അനിസ് സുജൂദി ലിഗൈരിക്. അല്ലാഹുവേ, നീയല്ലാതെ ഒരാളുടെ മുമ്പിലും ഞാൻ സുജൂദ് ചെയ്യുന്നില്ല റബ്ബേ, സുജൂദ് ചെയ്യുകയുമില്ല. സുജൂദ് പരമമായ ഇബാദത്താണ്, അത് അല്ലാഹുവിന് മാത്രമാണ് അർഹിക്കുന്നത്. അല്ലാഹുവേ, നിന്റെ മുമ്പിലല്ലാതെ ഞാൻ സുജൂദ് ചെയ്തിട്ടില്ല. എന്റെ മുഖം നീ സംരക്ഷിച്ച പോലെ നീയല്ലാത്ത ഒരാളോട് ചോദിക്കാതെയും എന്റെ മുഖത്തെ നീ സംരക്ഷിക്കണമേ. നമ്മളിനി എന്തെല്ലാം തരത്തിൽ ആരെയെല്ലാം നമ്മൾ സമീപിച്ചാലും അവർക്ക് നമ്മെ സഹായിക്കണമെങ്കിൽ അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ടേ പറ്റുള്ളൂ. അവർക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ കഴിയണമെങ്കിൽ അള്ളാഹു കൊടുക്കണം. അത് ജീവിച്ചിരിക്കുന്നവരാകട്ടെ, വഫാത്തായി പോയവരാകട്ടെ, ആത്മാവിന്റെ ലോകത്ത് നടക്കുന്ന സംഭവമാകട്ടെ, ഭൗതിക ലോകത്തേതാവട്ടെ, എവിടെയാണെങ്കിലും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നീ മാത്രമാണ് സഹായിക്കാൻ കഴിയുന്ന ആൾ. അല്ലാഹുവിനത് കഴിയുള്ളൂ. അപ്പൊ ഡോക്ടർ സഹായിക്കുന്നില്ലേ, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ജോലി ചെയ്യുന്നവർ സഹായിക്കുന്നില്ലേ, സെർവന്റ് സഹായിക്കുന്നില്ലേ? അല്ലാഹു നൽകുന്ന കഴിവ് കൊണ്ടും തൗഫീഖ് കൊണ്ടും മാത്രമേ അവർക്കത് ചെയ്യാൻ കഴിയൂ. അതിന്റെ അടിസ്ഥാനം അല്ലാഹുവാണ്. اللهم كما صنت وجهي عن السجود لغيرك فصن وجهي عن مسألة غيرك. ആ ഒരു ആനന്ദം മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു നൽകുന്ന ആനന്ദമാണ്. الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. الذين آمنوا, സത്യവിശ്വാസികൾ, അള്ളാഹുവിനെ പറയുമ്പോൾ അവരുടെ ഹൃദയത്തിന് ആനന്ദം ലഭിക്കുന്നുണ്ട്. യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് വരും, ഒരു താല്പര്യം വരും, ഒരു സന്തോഷം വരും. അത് മുഅ്മിനിന്റെ ഒരു അടയാളമാണ്. അല്ലദീന ആമനൂ, ഈമാനുള്ളവർ, വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. മുഅ്മിനീങ്ങൾ ആരാണ്? അള്ളാഹുവിനെ പറയപ്പെടുമ്പോ, അള്ളാഹുവിന്റെ ദിക്റ് ചൊല്ലുമ്പോ, റബ്ബ് തആലയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോ അവരുടെ ഹൃദയങ്ങൾക്ക് ശാന്തി വരും, സമാധാനം വരും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണമേ, അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ട് മാത്രമേ ഹൃദയത്തിന് സന്തോഷം ലഭിക്കുകയുള്ളൂ. ഇതറിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തടത്ത് പോയാൽ കിട്ടൂല എന്ന കാര്യം ഉറപ്പാണ്. സന്തോഷം കിട്ടാനല്ലേ നമ്മൾ നടക്കുന്നത്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത്, റബ്ബ് തആല വേണ്ട, പാടില്ല എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ ചെല്ലുകയോ പങ്കെടുക്കുകയോ ഇരുന്നു കൊടുക്കുകയോ ചെയ്താൽ അതുകൊണ്ട് കിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ്. അല്ലദീന ആമനൂ തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മുഅ്മിനീങ്ങൾക്ക്, സർവ മനുഷ്യർക്കും ആനന്ദം വേണമെങ്കിൽ അള്ളാഹുമായി ബന്ധപ്പെട്ടാലേ അത് കിട്ടുകയുള്ളൂ. അള്ളാഹുവിന്റെ സ്മരണ കൊണ്ടേ മനസ്സിന് സമാധാനം ഉണ്ടാവൂ. എങ്ങനെ ദുആ ഇറക്കണം? അല്ലാഹു അൽ മുജീബാണ്. നബി തങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന തന്നെയാണ് ഇബാദത്ത്. പ്രാർത്ഥന അത് തന്നെയാണ് ഇബാദത്ത്. സർവേശ്വരനായ അള്ളാഹുവിനോടാണ് നമുക്ക് ദുആ ഇറക്കാനുള്ളത്. നമ്മുടെ ഏറ്റവും വലിയ ഇബാദത്തും ഒരു ദുആ തന്നെയാണ്. ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം ദുആയാണ്. നമുക്ക് ദുആ ഇറക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സൗഭാഗ്യമാണ്.
നബി തങ്ങൾ ഇത് പറഞ്ഞിട്ട് അദ്ദുആഉ ഹുവൽ ഇബാദ, ചില റിവായത്തിൽ അദ്ദുആഉ മുഖുൽ ഇബാദ, ഇബാദത്തിന്റെ കാമ്പെന്ന് പറയുന്നത് ദുആയാണ്, നിസ്കാരത്തിൽ ദുആയാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ വഴി കാണിച്ചു തരണേ പടച്ചവനെ നിൽക്കുമ്പോ. എന്നിട്ട് നമ്മൾ സുജൂദിലും റുക്കൂഇലും എഴുത്തുദാനിലൊക്കെ അല്ലാഹുവിനെ പ്രശംസിക്കുകയാണ്. അത്തഹിയാത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ദുആ ചെയ്തിട്ടാണ് നമ്മൾ സലാം വീട്ടുക. നിസ്കാരം കഴിഞ്ഞാലും ദുആയാണ്. ഹയ്യിനാ റബ്ബനാ ബിസ്സലാം, അല്ലാഹുവേ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം, ഒക്കെ ദുആയാണ്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, മാ മിൻ മുസ്ലിമിൻ യദ്ഉ ലൈസ ബിഇസ്മിൻ വലാ ഖതീഅതി റഹിമിൻ ഇല്ലാ അഅതാഹു അല്ലാഹു ഇഹ്ദാ സലാസ്. ദുആ ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് എനിക്ക് ഉത്തരം കിട്ടുന്നില്ല, എന്തേ അല്ലാഹു എനിക്ക് ഉത്തരം തരാത്തത്? അതിന് മറുപടിയാണ് ഈ ഹദീസ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണിത്. قال رسول الله صلى الله عليه وسلم ما من مسلم يدعو, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യൻ ദുആ ചെയ്യുന്നു. ആ ദുആ ചെയ്യുന്നത് ലൈസ ബിഇസ്മിൻ, ഒരു തെറ്റല്ല. തെറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ടല്ല ദുആ ഇറക്കുന്നത്. ഉദാഹരണം എങ്ങനെ, പഠിച്ചവനെ കള്ളുടിക്കാൻ വല്ല ഓപ്പും കാണിച്ചു തരണേ, പഠിച്ചവനെ മോഷ്ടിക്കാൻ വല്ലതിന്റെ മുമ്പിൽ കാണിച്ചു തരണേ, അത് ചെയ്യാൻ പാടില്ല. അത് ഇസ്മാണ്. ഇസ്മിന് വേണ്ടി ദുആ ഇറക്കാൻ പാടില്ല. വലാ ബിഖതീഅതി റഹിമിൻ, കുടുംബബന്ധം മുറിഞ്ഞു പോകാൻ, അമ്മാവന്റെ കാല് മുറിയട്ടെ, അങ്ങനെയൊന്നും ഇറക്കാൻ പാടില്ല. അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിപ്പോട്ടെ, അല്ലെ ആർക്കെങ്കിലും കുടുംബബന്ധം മുറിച്ച് കളയാൻ വേണ്ടി വരയ്ക്കാം, ഒന്നും ചെയ്യരുത്. കുടുംബത്തിൽ തന്നെ വലിയ ബുദ്ധിമുട്ടാക്കുന്ന മനുഷ്യന്മാരുണ്ടാവും ചില കുടുംബത്തില്, പക്ഷെ അവർക്കെതിരെ തോരക്കാൻ പാടില്ല. അള്ളാഹ് വിട്ടുകൊടുത്താൻ മതി. അങ്ങനെ കുടുംബബന്ധം മുറിക്കുന്നതോ ഒരു തിന്മയെ പ്രേരിപ്പിക്കുന്നതോ അല്ലാത്ത അള്ളാഹു അനുവദിച്ച ഹലാലായ വിഷയങ്ങൾ ആരല്ലാഹുവിനോട് ചോദിച്ചാലും ഇല്ലാ അഅതാഹു അല്ലാഹു ഇഹ്ദാ സലാസ്, മൂന്നിൽ ഒരു കാര്യം അള്ളാഹു കൊടുത്തിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. തെറ്റ് ചോദിച്ചാൽ അള്ളാഹു കൊടുക്കൂല, കുടുംബബന്ധം മുറിക്കാൻ വേണ്ടി ചോദിച്ചാൽ ഉത്തരം കിട്ടൂല. പക്ഷെ അല്ലാതെ നമ്മൾ ചോദിക്കുന്ന ഹലാലായ മുറാദ് ഹാസിലാവോ എന്നൊക്കെ പറയില്ലേ, എന്തതിന്റെ അർത്ഥം? അള്ളാഹു അനുവദിക്കുന്ന ഒരു ഉദ്ദേശം സാധിക്കുക. അതിന്റെ അറബിയപ്പ പറയണത് ഹലാലായ മുറാദ് ഹാസിലാവുക. അപ്പോ അള്ളാഹു അനുവദിച്ച പടച്ചതമ്പുരാനെ പൊരുത്തുള്ള നമ്മുടെ ഉദ്ദേശങ്ങൾ സാധ്യമാവുക, അതൊക്കെ ദ്വാരക്കാം. അങ്ങനെ ദുആ ചെയ്താൽ ഇല്ലാ അഅതാഹു അല്ലാഹു ഇഹ്ദാ സലാസ്, മൂന്നിൽ ഒന്ന് അല്ലാഹു നൽകുമെന്ന് ഉറപ്പാണ്. ഇമ്മാ അൻ യുഅജ്ജില ലഹു ദഅവതഹു, ഒന്നുകിൽ ആ ചോദിച്ചത് അല്ലാഹു ഉടനെ അവർക്ക് നൽകിയിരിക്കും, ഉടനെ ഉത്തരം കിട്ടും. ചില ഉത്തരങ്ങൾ അങ്ങനെയാണ്, ദ്വാരയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അതിന് ഉത്തരം കൺമുമ്പിൽ അല്ലാഹു കാണിച്ചു തരും. ഇമ്മാ അൻ യുഅജ്ജില ലഹു ദഅവതഹു, ദുആന്റെ ഉത്തരം അല്ലാഹു കൺമുമ്പിൽ നമുക്ക് കാണിച്ചു തരും. ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കും, അള്ളാഹുവിനോട് ദ്വാരയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ, യാ അല്ലാഹ്, അപ്പോഴേക്കും അതാ വരുന്നു ഒരു കോള്, അല്ലെങ്കിൽ ഒരാളെ കാണുന്നു, ഒരു സംഭവം നടക്കുന്നു. അല്ലെങ്കിൽ അള്ളാഹു ആ ചോദിച്ച ചോദ്യം നാളെ പരലോകത്ത് വലിയൊരു നന്മ ചെയ്യാനായി അള്ളാഹു ആ ദുആയിനെ സൂക്ഷിച്ചു വെക്കും. അതൊരു സ്വാലിഹായ അമലായി അള്ളാഹു സൂക്ഷിച്ചു വെക്കും. നാളെ പരലോകത്തേക്ക് ചെല്ലുമ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ ഒരുപാട് കാണും ലിസ്റ്റിൽ. പടച്ചവൻ ഇതൊക്കെ എന്താ റബ്ബേ, എനിക്ക് ഒരുപാട് ഹസനാത്തുകൾ ഉണ്ടല്ലോ ഇവിടെ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ പടച്ചവനെ ഇത് കിട്ടാൻ മാത്രം. നീ എന്നോട് ഒരുപാട് ചോദിച്ചതല്ലേ, നീ ഒരുപാട് ദുആ ചെയ്തില്ലേ, നീ ഉത്തരം തന്നിട്ടില്ല. അവിടെ നീ കുട്ടീൻ്റെ രോഗം മാറാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ നീ ദ്വാരന്നിട്ടുണ്ട്, ദ്വാരപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഉത്തരം ഞാൻ തന്നിരുന്നില്ല. അപ്പോൾ നിന്റെ വേദന, നിന്റെ അസുഖം അത് മാറണേന്ന് നീ കുറേ ദ്വാരന്നിട്ടുണ്ട്, ഞാനത് കേൾക്കാത്തോണ്ടല്ല. പക്ഷേ ആ രോഗവും വെച്ചിട്ട് നീ നടക്കുമ്പോൾ നീ ഇബാദത്തൊന്നും ചെയ്തിട്ടില്ലല്ലോ, ആ ചോദ്യങ്ങളൊക്കെ നിനക്ക് ഞാൻ ഇബാദത്താക്കി തന്നിരിക്കുകയാണ്. ഇവിടെ കുറച്ചു കാലല്ലേ ഉള്ളൂ. അപ്പൊ മനുഷ്യന്മാർ ആഗ്രഹിച്ചു പോകുന്ന റബ്ബേ, ദുന്യാവിൽ ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം അല്ലാഹു തരാതിരുന്നെങ്കിൽ അതൊക്കെ ഇവിടെ കിട്ടുമായിരുന്നല്ലോ എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നതാണ്.
അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് ആ ചോദിച്ചതിനോട് തത്തുല്യമായ ഒരു മുസീബത്ത് അള്ളാഹു നമ്മിൽ നിന്ന് തട്ടി ദൂരത്താക്കി തരും, ഒഴിവാക്കി തരും. നമ്മൾ അള്ളാഹുവിനൊരു കാര്യം ചോദിച്ചത്, പഠിച്ചോനെ ഡ്രൈവിംഗ് ലൈസൻസ് തരണേ പഠിച്ചോനെ, അത് ഈ ഫസ്റ്റ് ടെസ്റ്റ് തന്നെ തന്നേക്കണേ പഠിച്ചോനെ, നമ്മൾ അങ്ങനെയൊക്കെ ചോദിക്കുക. അപ്പൊ അള്ളാഹു കൊടുക്കൂല. അപ്പൊ തോറ്റിങ്ങനെ കരഞ്ഞാ വരിക, റൂമിൽ കയറി വരുന്നോ തോറ്റോന്ന് ചോദിക്കും കാണുമ്പോൾ തന്നെ. അപ്പൊ അതിലേറെ സങ്കടാവും. അപ്പൊ എന്തേ ആ ലൈസൻസ് വാങ്ങി അഥവാ പോലീസുകാരെ നോക്കാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ഏതോ ഒരു ഭാഗ്യത്തിന് കുരുത്തത്തിന് ടിക്കറ്റ് ഇട്ട് പാസ്സായി പോന്നാൽ പിന്നെ നേരെ പോകല് റാസൽ ഖൈമ ജബൽ ജയ്സ് മലന്റെ മുൾക്കാകാരം ഫസ്റ്റ് ട്രിപ്പ്. അള്ളാഹുവേ, അവിടെ ചെന്ന് വല്ല ആക്സിഡന്റും പറ്റി കുത്തിമറിഞ്ഞ് വീഴുന്നതിനേക്കാളും നല്ലത് കിട്ടാക്കലല്ലേ. അപ്പൊ ഒന്നും കൂടെ ഒന്ന് ഇരുന്ന് പഠിക്കും, ഒന്ന് ശരിക്കൊന്ന് കെയർഫുൾ ആകും. ഞാൻ മിറർ നോക്കിയിട്ടില്ല, ഷോൾഡർ നോക്കിയിട്ടില്ല, അത് നോക്കിയിട്ടില്ല, അപ്പൊ നല്ല ശരിക്കും ഡ്രൈവ് ചെയ്യും. അല്ലെങ്കിൽ ആദ്യം കിട്ടുന്നത് ഒരു പക്ഷേ അള്ളാഹു വലിയൊരു പരീക്ഷണത്തിലേക്കാരം കൊണ്ടുപോവുക. അതിന് അള്ളാഹു തരാതെ വെച്ചു വലിയൊരു മുസീബത്ത് ഒഴിവാക്കി തരാൻ. ഇങ്ങനെ മൂന്നിലൊന്ന് അള്ളാഹു നൽകുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, ദുആ അള്ളാഹു നമുക്ക് അള്ളാഹുവിന്റെ ചില വിധികളുണ്ട്, ഖളാവുകൾ. ലാ യറുദ്ദുൽ ഖളാഅ ഇല്ല ദുആ. ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസാണ് റളിയല്ലാഹു അൻഹു. ഇമാം തുർമുദി അഫ്ഗാനിയാണ്. ഇമാം തുർമുദി തങ്ങൾ അഫ്ഗാനിയാണ്. അഫ്ഗാന്റെയും ഉസ്ബെക്കിസ്ഥാന്റെയും ബോർഡറിലാണ് ഇമാം തുർമുദിയുടെ മഖാമുള്ളത്. ഹദീസ് പണ്ഡിതൻ, സിയാറത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇമാം തുർമുദി തങ്ങൾ. അവിടെയാണ് ഹക്കീമു തുർമുദി എന്ന് പറയുന്ന തസൂഫിന്റെ വലിയൊരു ആലിമും അവിടെ തന്നെ. രണ്ടാളുടെ മഖാം അടുത്തൊരു 4-5 കിലോമീറ്ററിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഹക്കീമു തുർമുദി, ഇത് ഇമാം തുർമുദി ഹദീസിന്റെ സുനൻ തുർമുദിയുടെ മുസന്നിഫ് അബൂ ഈസ തുർമുദി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ യറുദ്ദുൽ ഖളാഅ ഇല്ല ദുആ. ഖളാഇനെ, അള്ളാഹുവിന്റെ ചില വിധികൾ, അള്ളാഹു തആല വിധിച്ച് ഉറപ്പിച്ച് തീരുമാനിച്ചു വെച്ച ചില വിഷയങ്ങളിൽ അള്ളാഹു മാറ്റം വരുത്തുന്നതിന് ദുആ കൊണ്ട് മാത്രമേ കഴിയൂ. ദുആ ചെയ്താലേ അള്ളാഹു ഖളാഉകളിൽ മാറ്റം വരുത്തുകയുള്ളൂ.